സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര പാപങ്ങൾ പൊറുക്കപ്പെടുകയും നന്മകൾ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ പരിശുദ്ധ റമദാൻ മാസത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അല്ലാഹു തആല ഇത്തരത്തിലുള്ള ഇബാദത്തുകളും കർമ്മങ്ങളുമൊക്കെ നമുക്ക് നിർബന്ധമാക്കിയത് എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ഇതൊക്കെ ആരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമുദായത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാണ് എന്ന് മറ്റാരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ അല്ല ഇത്തരത്തിലുള്ള ഇബാദത്തുകളും പരിപാടികളുമൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുള്ളത്. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടം വിട്ടുപോകണം. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച സമയം, റബ്ബ് നിശ്ചയിച്ച രീതി മാറ്റാനോ തിരുത്താനോ ഇന്ന് ലോകത്തൊരാളെ കൊണ്ടും സാധിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ ഞരമ്പുകൾക്കുള്ളിലുള്ള ബ്ലോക്കുകൾ നീക്കം ചെയ്യാൻ താക്കോൽ ദ്വാര റോബോട്ടിക് ശസ്ത്രക്രിയകളെ കൊണ്ട് മനുഷ്യന്റെ ബ്ലോക്കുകളും ഹൃദയത്തിന്റെ ചലനം പോലും പേസ് മേക്കറാൽ ചലിപ്പിക്കാൻ സാധിക്കുന്ന ഈ കാലത്ത് റബ്ബ് നിശ്ചയിച്ച ഒരു നിശ്ചലമായ ഹൃദയം ഇന്നുവരെ ലോകത്തേത് MBBS കോടീശ്വരനുണ്ടെങ്കിലും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മുൻഗാമികളായ ചില ആളുകൾ അവരുടെ കവിതകളിലൂടെ വളരെ മനോഹരമായി നമ്മളുടെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ കവിത പരിശോധിച്ചാൽ കാണാം, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളെ ഉമ്മ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ട അല്ലേ? ജനിച്ച ഉടനെ ആശുപത്രിയിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടില്ലെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ അങ്ങനെ വെപ്രാളപ്പെടും. പുറത്ത് കാത്തു നിൽക്കുന്ന കുടുംബക്കാരോട് പറയും, ഡെലിവറി കഴിഞ്ഞു, പക്ഷെ കുട്ടി മിണ്ടണില്ല. നിമിഷ നേരം കൊണ്ട് കുട്ടി ആർത്ത് കരയുമ്പോ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, എല്ലാ കുടുംബക്കാരും ആ കരച്ചിൽ കേട്ട് ചിരിക്കും. നമ്മളെ കരച്ചിൽ കണ്ട് കുടുംബക്കാര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജനിച്ച അന്നാ. എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. നീ തുറന്ന നിന്റെ കണ്ണുകൾ മറ്റൊരാൾ അടയ്ക്കുന്ന ഒരു ദിനം വരും. നിന്റെ തുറന്നുപോയ വായ മറ്റൊരാൾ കൂട്ടിക്കെട്ടുന്നൊരു ദിനം വരും. നീ ധരിച്ച നിന്റെ വസ്ത്രത്തിന്റെ കുടുക്ക് പോലും മറ്റൊരാൾ അയക്കുന്നൊരു ദിനം വരും. നീ കുളിച്ച നിന്റെ ഒറ്റക്കുള്ള കുളിക്ക് പകരം 5ഉം 6ഉം പേര് നിന്നെ കുളിപ്പിക്കുന്നൊരു ദിനം വരും. നീ വിസർജിച്ച ഒറ്റക്ക് മറ്റൊരാൾ ഇടത്തെ കൈയിൽ ശീല ചുറ്റി നിന്റെ വയറമർത്തി വിസർജിപ്പിക്കുന്നൊരു ദിനം വരും. അന്ന് നിന്റെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ നിന്നെയോർത്ത് കരയുമ്പോ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. അന്ന് നിനക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക, നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. നിന്റെ പേരോ തറവാടോ സ്ഥാനമോ പണമോ ഇതൊക്കെ പടച്ചോന്റെ മണ്ണിന്റെ മേലെ വെക്കുന്നത് വരേ ഉള്ളൂ. പണക്കാരൻ അമേരിക്ക കടന്നു മരിച്ചാലും, സൗദി അറേബ്യന്റെ രാജാവ് മരിച്ചാലും, ഈ പിലാശ്ശേരിയിലെ ഒരു മൺകൊട്ടക്കാരൻ മരിച്ചാലും വെക്കുന്നതൊക്കെ 6 അടി മണ്ണില. ലോകത്തൊരാളുടെയും കബർ ആർക്കും മൊസൈക്കാക്കാൻ പറ്റിയിട്ടില്ല, മാർബിളാക്കാൻ പറ്റിയിട്ടില്ല, AC ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സീലിംഗ് ഫാനോ ടേബിൾ ഫാനോ വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫഅമൽ ബിനഫ്സിക, നിനക്ക് നീ എന്തെങ്കിലും കണ്ടെത്തണം എന്റെ കബറിലേക്ക്. കാരണം ഈ ലോകത്തെല്ലാം തികഞ്ഞിട്ടല്ല ഞാനുങ്ങളും മരിച്ചു എന്ന് ആണോ? ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പത്രത്തിലൂടെ നമ്മൾ വായിച്ചില്ലേ, ഇശാ ജമാഅത്തിന് വാപ്പാന്റെ കൂടെ നിസ്കരിച്ചിരുന്ന 4 ആൺമക്കളെ സുബിഹിന്റെ ജമാഅത്തിന്റെ മുൻപ് പടച്ചോൻ കൊണ്ടുപോയി. നമ്മൾ എന്താ ചിന്തിക്കുക? ഒന്നിനെ റബ്ബ് കൊണ്ടുപോയിരിക്കും.
ഇനി ആൺതരില്ലയിൽ 2 എണ്ണത്തിന് റബ്ബ് കൊണ്ടുപോയിക്കും. എന്നാലും 2 എണ്ണം ബാക്കി. 4 എണ്ണത്തെ 4 പിഞ്ചു മക്കളെ അല്ലാഹു തആല കൊണ്ടുപോയി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കരിപ്പൂര് വിമാനത്താവളത്തിൽ ഒരു മരണം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് അത് വായിച്ച് കേട്ടു എന്ന് എനിക്കറിയില്ല. 5 കൊല്ലം മുൻപ് 2021 ഒരു പ്രവാസിയായ ചെറുപ്പക്കാരൻ നാട്ടിലുള്ള കിടപ്പാടൊക്കെ വിറ്റ് കിട്ടിയ പണം കൊണ്ട്, കടബാധ്യതയും വീടില്ലായ്മയും കൊണ്ട് അദ്ദേഹം പ്രവാസിയായതാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നം 2 കാര്യം. ഒന്ന്, വാപ്പന്റെ പേരിലുള്ള കടം വീട്ടണം. പണ്ടുള്ള ഓടുള്ള വീടൊന്ന് പൊളിച്ചിട്ട് ഒരു ചെറിയ നല്ലൊരു വീടുണ്ടാക്കണം. 5 കൊല്ലം അവൻ പ്രവാസ ലോകത്ത് നിന്നു, നാട്ടിക്ക് വന്നിട്ടില്ല. അവസാനം കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ടിക്കറ്റ് സംഘടിപ്പിച്ച് നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് റമദാനിന്റെ 1.5 മാസം മുൻപാണ്. നാട്ടിലേക്ക് പുറപ്പെടാൻ നേരത്തും വീട്ടിക്ക് വിളിച്ചു പറഞ്ഞു, വാപ്പ അമ്മ നിങ്ങളും വരണം, ഭാര്യയും വരണം, മക്കളും വരണം. എല്ലാവരും പുലർച്ചെ 4:45 വാഹനം ഏൽപ്പിച്ചു. 5:30 എയർപോർട്ടിലെത്തി. വൃദ്ധനായൊരു വാപ്പ, സൂക്കേടുകാരിയായ ഒരു വാപ്പമ്മ, അതോടൊപ്പം 5 കൊല്ലത്തിന്റെ വിരഹവുമായിട്ട് കാത്തിരിക്കുന്ന ഒരു പെണ്ണ്, 2 പെൺകുട്ടികൾ. വിമാനം ലാൻഡ് ചെയ്തപ്പോ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് തൊട്ടടുത്തുള്ളവനോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂരെത്തിയില്ലേ? എത്തി എന്നടുത്തുള്ളവൻ പറഞ്ഞ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ സീറ്റിലേക്ക് ചാരിക്കടന്നു. മിനിറ്റുകൾക്കപ്പുറം ആ വിമാനത്തിലുള്ള 142 യാത്രക്കാരും പുറത്തേക്ക് ഇറങ്ങി. ഓരോരുത്തരും ചെക്കിങ് കഴിഞ്ഞ് വണ്ടിയുന്തി പെട്ടിയുന്തി പുറത്തേക്ക് വരുമ്പോ ആ പുറത്ത് കമ്പിവേലിന്റെ മറുഭാഗത്തൊരു വാപ്പണ്ട്, ഉമ്മണ്ട്, ഒരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ഊതി വെച്ച് കാത്തിക്കുന്നോല്. പക്ഷെ 142 പേരും പെട്ടിയുന്തി പുറത്തേക്ക് പോയിട്ടും അതിലോല മോനില്ല. വാപ്പയും പെൺകുട്ടിയും ഒക്കെ കരയാൻ തുടങ്ങി. ഡ്രൈവർമാര് കാര്യം അന്വേഷിച്ചു. എയർപോർട്ടിലെ അധികൃതരുമായിട്ട് സംസാരിച്ചപ്പോ 1-2 അധികൃതർ വന്നിട്ട് പറഞ്ഞു പോലും പെട്ടെന്നൊന്ന് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി വരെ പോണം. താലൂക്ക് ആശുപത്രിയുടെ ഐസിയുവിന്റെ മുൻപിൽ ഒരു സ്ട്രെച്ചറിൽ ഒരു ജീൻസും പച്ചക്കുപ്പായ കള്ളി ഷർട്ടും ഇട്ട് മുഖത്തേക്കൊരു വള്ളത്തുണി മൂടിയിട്ട് ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ മുകളിൽ നിന്ന് തുണി മാറ്റിയിട്ട് ഡോക്ടർമാരും എയർപോർട്ടുകാരും ചോദിച്ചു, ഇതാണോ നിങ്ങളെ മോൻ? നിമിഷ നേരം കൊണ്ട് ആ വാപ്പ മോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ കരച്ചിൽ ഇന്നും ഡ്രൈവർമാര് കണ്ണീരോടെ പറയും. എന്തിനാ പടച്ചോനെങ്ങിന്റെ മോനെ കൊണ്ടുപോയത്? ഗുളികമ്മല് ജീവിക്കുന്ന ഒരു കാര്യമില്ലാത്ത ഞാനൊക്കെ ഇവിടെ ഉള്ളപ്പോ എന്തിനാ പടച്ചോനെങ്ങിന്റെ മോനെ കൊണ്ടുപോയത്? എന്തിനാ റബ്ബെങ്ങി പാവം കുട്ടീനെ വിധവയാക്കിയത്? എന്തിനാ റബ്ബെങ്ങി 2 മക്കളെ യത്തീമാക്കിയത്? വാപ്പ ഹൃദയം പൊട്ടിക്കരയുമ്പം സമാധാനിപ്പിക്കാനില്ലാതെ ആ ഡോക്ടർമാരും അവിടെയുള്ള ഡ്രൈവർമാരും ഒക്കെ ഇന്നും സങ്കടത്തോടെ അത് പറയും. ഇങ്ങനെ ഏതോ ഒരു ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാതെ ഞാനും നിങ്ങളും മടങ്ങും. നമ്മളെ മക്കളെ കൈപിടിച്ചെടുക്കാൻ നമ്മൾ ഉണ്ടാകുമോ? ഇല്ല. പാപ്പാന്റെ ഏറെ ആഗ്രഹമായിരുന്നു മോളെ കൈയിടിച്ചെടുക്കാൻ. 23 കൊല്ലത്തെ പ്രവാസ ലോകത്തുള്ള വാപ്പാന്റെ പൂതിയാത നാട്ടിലേക്ക് വിമാനം കയറി. കല്യാണത്തിന്റെ അന്ന് മോളെ കൈ പിടിച്ച് തലശ്ശേരി ഓഡിറ്റോറിയത്തിലെത്തി. 11:30 പിയാപ്പനെ കാത്തുക്കുമ്പോൾ വാപ്പാക്ക് ഒരു നെഞ്ചുവേദന, വേഗം എടുത്തിട്ട് കൊണ്ടുപോയി. സമയം 1 2 വാപ്പാക്ക് വരാൻ പറ്റുന്നില്ല. അവസാനം 2:30 മണിക്ക് മൂത്താപ്പന്റെ കൈ പിടിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പെണ്ണിനെ സ്വീകരിച്ചു. അത്രേ ഉള്ളൂ ഞാനും നിങ്ങളും ഒക്കെ. അള്ള നിശ്ചയിച്ച സമയം അള്ളാഹു തന്നെ പറഞ്ഞിട്ടില്ലേ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. വന്നത് മണ്ണിൽ നിന്നാണെങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ നമ്മൾ മടങ്ങും. ലോകം എത്ര പുരോഗമിച്ചോട്ടെ, എത്ര പൈസ ഉണ്ടായിക്കോട്ടെ, ആ അള്ളാഹുവിന്റെ മണ്ണിലേക്ക് പലതും പൂർത്തീകരിക്കാൻ പറ്റാതെ മടങ്ങിപ്പോകുമ്പോ നാളെ റബ്ബിന്റെ മുൻപിലും ചില ചോദ്യങ്ങൾക്ക് നമ്മളെ ഉത്തരം ഉണ്ടാവണം. അല്ലെങ്കിൽ ദുനിയാവിലും തികഞ്ഞിട്ടില്ല, ആഖിറത്തിലും നഷ്ടായിരിക്കും. ആഖിറത്തിൽ വലിയ ചോദ്യങ്ങളിൽ പലതും റസൂലുള്ള പറഞ്ഞു, എന്റെ ഉമ്മത്ത് രക്ഷപ്പെടും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ റബ്ബിനോട് നല്ല മറുപടി പറയും. നോമ്പിന്റെ കാര്യത്തിൽ അവർക്ക് മറുപടി ഉണ്ടാകും. സക്കാത്തിന്റെ വിഷയത്തിൽ അവർ മറുപടി പറയും. ഹജ്ജിന്റെ വിഷയത്തിൽ അവർ മറുപടി പറയും. പക്ഷെ എന്റെ ഉമ്മത്ത് ഒരു ചോദ്യത്തിന്റെ മുൻപിൽ അള്ളാന്റെ മുൻപിൽ തലകുനിക്കും. റബ്ബ് അവരെ പരിഹസിക്കും. പരലോകത്തവർ ഒറ്റപ്പെടും. മദീന പള്ളിയിൽ മണലിലിരിക്കുന്ന സ്വഹാബത്ത് മൂട്ട് തീപിടിച്ച മാതിരി ഞെട്ടി എഴുന്നേറ്റ് ചോദിച്ചു, ഏതു ചോദ്യത്തിനാ നബിയെ അള്ളാന്റെ മുൻപിൽ ഞങ്ങൾ തോറ്റുപോവുക? അള്ളാന്റെ മുൻപിൽ ഞങ്ങൾ പരാജയപ്പെടുന്ന ചോദ്യം ഏതാ റസൂലേ? അള്ളാഹുവിന്റെ തിരുദൂതൻ ഓതിക്കൊടുത്തു വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനം. ആ വചനത്തിലുണ്ട്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. നിങ്ങളെ കുടുംബത്തെ കുറിച്ചുള്ള ചോദ്യം,
അള്ളാഹു നിങ്ങൾക്ക് വിശ്വസിച്ചേൽപ്പിച്ച നിങ്ങളെ കുടുംബത്തെ പറ്റിയുള്ള ചോദ്യം, ആ കുടുംബത്തെ ഇങ്ങ് സ്വർഗത്തിലാക്കിയോ? ആ കുടുംബത്തിന് വേണ്ടി ഇങ്ങ് എന്തൊക്കെ ചെയ്തു? ഭക്ഷണം മാത്രാണോ കൊടുത്ത്? വിദ്യാഭ്യാസം മാത്രാണോ കൊടുത്ത്? ഇങ്ങനെ റബ്ബിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ പലരും കുടുംബത്തെ തൊട്ട് പരാജയപ്പെടും. മദീന പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നൊക്കെ ഒരായത്തോതുന്നുണ്ടോ അന്നൊക്കെ സഹാബാക്കൾ ബോധം കെടും. ഭൂരിപക്ഷ ആൾക്കാരും സലാം വെട്ടിക്കഴിഞ്ഞ് അല്പം കൂജയിൽ വെള്ളം എടുത്ത് പ്രവാചകൻ പള്ളിന്റെ പിന്നിലേക്ക് വരും. ബോധം കെട്ടുകിടക്കുന്ന സഹാബാക്കളെ മുഖത്തൊക്കെ ഇങ്ങനെ വെള്ളം തെളിക്കുമ്പോ ഞെട്ടി എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കണ്ണു തുറിച്ച് കരയുന്ന സഹാബത്തിനോട് അള്ളാന്റെ ഹബീബ് ചോദിച്ചു എന്നാ, എന്തിനാ സഹാബാക്കളെ നിങ്ങൾ ബോധം കെട്ട്? പട്ടിണിയാണ്ടാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും പച്ചവെള്ളമോ കാരക്കയോ കഴിച്ചിട്ട് വരണമെന്ന്? അപ്പൊ സഹാബാക്കൾ അവരുടെ മേൽവസ്ത്രം ഉയർത്തി കാണിച്ചു എന്നാ. പരന്ന പാറക്കല്ലുകൊണ്ട് ഈത്തപ്പന നാരുകൊണ്ട് വയറിങ്ങനെ കെട്ടിമുറുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, നബിയെ, സുജൂദിൽ പോകുമ്പം കിടന്നു പോകാതിരിക്കാൻ, റുക്കൂയിൽ പോകുമ്പം കുമ്പിട്ട് വീണുവാണ്ടിക്കാൻ ഈ പട്ടിണി കിടക്കുന്ന വയർ ഈ കല്ലുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. തിരുദൂതൻ ചോദിച്ചു, പിന്നെന്തിനാ സഹാബത്തെ നിങ്ങൾ ബോധം കെട്ട്? അവര് പറഞ്ഞു, നബിയെ, നിങ്ങൾ ഓതുന്ന ആയത്ത് കേട്ടപ്പോ ഒരു നിമിഷ നേരത്തേക്ക് മനസ്സങ്ങ് പതറിപ്പോയി. അള്ളാന്റെ മുൻപിൽ നിൽക്കുന്നത് പോലെ ഒരു ചോദ്യം പോലെ ഞങ്ങൾക്ക് അത് അനുഭവപ്പെട്ടു. ആ ചോദ്യം ഞങ്ങളെ ചെവികളിൽ ഇങ്ങനെ മുഴങ്ങിയപ്പോ മനസ്സങ്ങനെ പ്രകമ്പനം കൊണ്ട് മിടിപ്പ് കൂടി ഞങ്ങൾ ബോധം കെട്ടുപോയതാ. ലോകത്തുള്ള പ്രവാചകന്റെ സ്വഹാബത്തിനെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ആയത്ത് ഏതാണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം നടത്തുന്ന മുസ്ലിമീങ്ങളെ, റബ്ബിന്റെ 5 വക്ത് നിസ്കാരം നാഥന്റെ മുൻപിൽ ചേർത്ത് വെക്കുന്ന മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ കഅബാലയം തവാഫ് ചെയ്യുന്ന മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ കാര്യം മാത്രം നോക്കിയാ പോരാ. പാപ്പാര് പറയും, ഞാൻ പള്ളിക്ക് പോലുണ്ട്, മക്കളെവിടെ? ഞാൻ സുബഹിക്ക് ജമാഅത്തിനെത്താറുണ്ട്, മക്കളെവിടെ? ഞാൻ അള്ളാന്റെ ഖുർആൻ 10 ആയത്തോതാത്ത ദിവസമല്ല, മക്കളെവിടെ? എന്റെ പെണ്ണുങ്ങൾ ഖുർആൻ ക്ലാസ് പങ്കെടുക്കാറുണ്ട്, മക്കളെവിടെ? എന്തോള് പർദ്ദടാണ്ട് ശരീരം മറയ്ക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങലില്ല, മക്കളെവിടെ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. പടച്ചോൻ പലർക്കും കൊടുക്കാത്ത കുടുംബം നിനക്ക് തന്നിട്ടുണ്ട്. മക്കളില്ലാത്ത 10,000 ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. കൺമുൻപിൽ മക്കൾ മരിച്ചു പോകുന്നത് കണ്ട ലോകത്തിന്റെ പ്രവാചകന്റെ കണ്ണീര് നമ്മൾ കണ്ടിട്ടുണ്ട്. 490 മക്കൾ പട്ടിണി കിടന്ന് മരിച്ച ഫലസ്തീന് നമ്മളെ മുമ്പിലുണ്ട്. 8,000-ലധികം മക്കളെ കൊന്നൊടുക്കിയ ഇറാഖിലെയും ഇറാനിലെയും യുദ്ധം നമ്മൾ കണ്ടിട്ടുണ്ട്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഒരാളും കൊല്ലാത്ത ആ മക്കളെ പോറ്റാൻ ഒരുപാട് സൗകര്യം തന്ന നിന്റെ കുടുംബത്തെ നീ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്നും കാത്തോ എന്ന റബ്ബിന്റെ ചോദ്യം മുഴുവൻ സഹാബാക്കളെയും സങ്കടപ്പെടുത്തിയെന്ന. പ്രിയപ്പെട്ടവരെ, നമ്മളെ ജീവിതത്തിൽ പടച്ചോൻ തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാന്ന് ചോദിച്ചാ നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, അത് കുടുംബ. ഇപ്പൊ ഞാൻ പറയും, എങ്ങൾക്കൊക്കെ വലിയ പൈസ ഉണ്ട്, നിങ്ങളൊരു വലിയ 6000 സ്ക്വയർ ഫീറ്റിന്റെ കൊട്ടാരം ഉണ്ടാക്കി, നിങ്ങൾക്ക് ഒറ്റക്ക് താമസിക്കാൻ പറ്റുമോ? എത്ര ദിവസങ്ങൾ ആ വീട്ടിൽ താമസിക്കും? അവിടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാകുമ്പോഴേ അതിനൊരു ഭംഗിയുള്ളൂ. നിങ്ങൾക്കൊരു 1 കോടി റുപ്യന്റെ വാഹനം ഉണ്ട്, ദിവസങ്ങൾ അതിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു, സമാധാനം ഉണ്ടാവുമോ? അവനാന്റെ മക്കൾ സൈഡിൽ ഇരുന്നിട്ടും ബാക്കെന്ന് ശബ്ദം ഉണ്ടാക്കിയാലും അതിന്റെ മനോഹരം വേറെയാ. ഈ ലോകത്ത് പടച്ചോൻ തരുന്ന പകരം വെക്കാനില്ലാത്ത റബ്ബിന്റെ ഏറ്റവും വലിയ നിഅമത്തിൽ ഒന്നാണ് കുടുംബം. നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുക, നമുക്ക് ജീവനോടെ ആരെങ്കിലും ഒക്കെ പടച്ചോൻ ബാക്കി തരിക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഷാദുലിപ്പള്ളിയിൽ ഖുതുബ നടത്തി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ വന്ന് കണ്ടു. എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മൗലവി, എന്റെ നിക്കാഹ് ഉണ്ട്, നിങ്ങൾ വരണം. എന്നിട്ട് ഓൻ തന്നെ ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞു, എങ്ങനെയാ ക്ഷണിക്കേണ്ടതെന്നൊന്നും എനിക്കറിയൂല, ക്ഷണിക്കാൻ എനിക്ക് ഞാനേ ഉള്ളൂ. എനിക്കിന്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി, വാപ്പ അതിന് ഉന്നയിക്കാക്കനെ നോക്കി, ഇക്കാക്കുണ്ട്, പക്ഷേ വീൽ ചെയറിലാണ്, ഒരു ഭാഗം വികലാംഗന. വാപ്പ കഴിഞ്ഞ കൊറോണ സമയത്തും ഞങ്ങളെ വിട്ടുപോയി, അതുകൊണ്ട് എന്റെ നിക്കാഹ് ഉണ്ട്, നിങ്ങൾ വരണം. ഞാൻ ആ ദിവസം ചോദിച്ചു. ആ ദിവസം ഞാൻ നിക്കാഹിന് ആ വീട്ടിലെത്തി. ആ വീട് എന്ന് പറഞ്ഞാൽ കുറെ കവുങ്ങിന്റെ നടുവിൽ പണ്ടുണ്ടാക്കിയ, നമ്മളൊക്കെ പറയൂലേ, ചുവന്ന കാവി മേഞ്ഞ ഒരു ഓടിട്ട വീട്.
ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ക്ഷണിക്കാനുള്ള ഈ ചെറുപ്പക്കാരൻ തന്നെയാ. ഓൻ കൈ പിടിച്ച് സലാം പറഞ്ഞ് അങ്ങോട്ടുണ്ട് ചിരുത്തി. ഞാൻ ഓനെ നോക്കിയപ്പോ ഒരു വെള്ളത്തുണിയുണ്ട്, ഒരു വെണ്ണീറിന്റെ കളറുള്ള ഒരു ഗ്രേ കളറിലുള്ള കുപ്പായമുണ്ട്. അപ്പൊ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന നിക്കാഹിന് ഞാനൊക്കെ ചില ആൾക്കാരിനെ ഏൽപ്പിക്കും, 11 മണിക്കാണ് മൗലവി, നിങ്ങൾ 10:50 എത്തണം കേട്ടോ പറയും. നമ്മളൊരു 10:55 എത്തും. വീട്ടിൽ ചെന്നാക്കാണ് ചില വാപ്പാര് പുറത്തിരിക്കുന്ന മക്കളോട് പറയും, പോയി ഒരുങ്ങടോ, മൊയ്യമാരൊക്കെ വന്ന്. അപ്പൊ കാണാൻ 5-6 കുട്ടികളെ കൂടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കൂടെ പിയാപ്ലാകത്തേക്ക് പോകും. പിന്നെ പുറത്തിങ്ങനെ കാത്തുക്കുന്ന പോലെ നോക്കിക്കുക അവൻ എപ്പോഴാന്ന് ഇറങ്ങുകയാണ്. ഏകദേശം ഒരു 11:40 ഇങ്ങനെ ഇറങ്ങും. ഇറങ്ങി പുറത്തേക്ക് കാല് വെക്കുമ്പോഴേക്കും കാണാൻ ചില ക്യാമറമാർ വന്നിട്ട് പറയും, ആയിട്ടില്ല, ആദ്യം കാലിങ്ങനെ പതുക്കെ വെക്കണം സ്ലോ മോഷനിൽ, എന്നിട്ട് അതിനുശേഷം ഈ വാപ്പാനെ കെട്ടിപ്പിടിക്കണം, ഉമ്മ എടുക്കണം, അതിൽ പകരണം, പിന്നെ അമ്മാന്റെ കൈ ഇടിക്കണം, സലാം പറയണം, അണച്ചുകൂട്ടണം, പിന്നെ വല്യമ്മാനെ കണ്ട കൈയൊന്ന് പിടിക്കണം, ഒന്ന് മുത്തം കൊടുക്കണം. അവസാനം ഇതൊക്കെ കഴിഞ്ഞോ പുറത്തേക്ക് ഇറങ്ങുന്നത് എപ്പായിരിക്കും? 12 മണിക്ക്. ഏകദേശം നിക്കാഹിന്റെ സദസ്സിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിരുത്തുമ്പം കുടുംബത്തിലുള്ള ഏതോ കാരണവന്മാർ ഇങ്ങനെ പതുക്കെ വാച്ച് നോക്കിയിട്ട് എന്റെ ചുവട്ടിലൊക്കെ പറയും, വേ നിർത്തിക്കളേണ്ടി 2-3 മിനിറ്റ് കൊണ്ട്. തന്നെ ഒരു വർക്കത്തില്ലായ്മയാണ്. ഒരു മനുഷ്യന്റെ 1 മണിക്കൂർ ആ കുടുംബം നഷ്ടപ്പെടുത്തുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാളെ വാപ്പയും മക്കളും, നിക്കാഹ് നടത്തുന്ന വാപ്പയും മക്കളും കുടുംബവും പടച്ചവനോട് കണക്കറിയേണ്ടി വരും. നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്ന 500 കണക്കിന് ആൾക്കാർ നിങ്ങൾ കാത്തുപ്പിച്ച് 1 മണിക്കൂർ ഓരോരുത്തരും നിങ്ങൾ കണക്കറിയേണ്ടി വരും അള്ളാന്റെ അടുത്ത്. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച വാക്ക. ഞാൻ നോക്കുമ്പോ 2 ചുവന്ന കസേര ഇട്ടിട്ടുണ്ട്. ഒരു 11:25 എന്നോട് പറഞ്ഞു, 11:30 ഞാൻ പറഞ്ഞ എല്ലാവരോടും, എന്നാ ഞാൻ ഇരിക്കട്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ നേരെ തുണിയൊക്കെ ഒന്ന് അയച്ചൊന്നു നമ്മളെ മുമ്പ് തന്നെ ഉടുത്ത് കുപ്പായൊക്കെ ഒന്നിങ്ങനെ വലിച്ചു താത്തി ഒരു ചുവന്ന സാധാ വാടകയ്ക്ക് എടുക്കുന്ന കസേരയിലേക്ക് കയറിയിരുന്നു. മറുഭാഗത്തേക്ക് എന്റെ പെണ്ണിന്റെ വാപ്പയും കയറിയിരുന്നു. നിക്കാഹൊക്കെ കഴിഞ്ഞ് ഓൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണവും തന്നു. തിരിച്ചിറങ്ങിപ്പോരുമ്പോ ഞാൻ എന്റെ വാഹനത്തിൽ കയറുമ്പോ മനസ്സറിഞ്ഞ് ഞാൻ എന്റെ പടച്ചവനോട് പറഞ്ഞു, അൽഹംദുലില്ലാ. എന്തിനാന്നറിയോ? എന്റെ കല്യാണത്തിനൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്റെ വാപ്പ എത്ര ചാക്ക് അരി വേണം, അത് ഏത് ബ്രാൻഡ് ആവണം, എവിടെയൊക്കെ ക്ഷണിക്കണം, ഏത് പള്ളിയിൽ രജിസ്ട്രേഷൻ നടക്കണം, ആ പള്ളിയിൽ എത്ര കമ്മിറ്റിക്കാരെ വിളിക്കണം എന്നൊക്കെ വാപ്പയാ തീരുമാനിച്ച്. അതുകൊണ്ട് തന്നെ ഒരു കുറവും വരുത്താണ്ട് സമയത്തിന് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, ആയുസ്സുള്ള ഒരു വാപ്പനെ തന്നല്ലോ റബ്ബേ എന്റെ കാര്യത്തിന്. വീണ്ടും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. എന്തിനാന്നറിയോ? അത്തോളിൽ നിന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതിന്റെ പെങ്ങളാ. ഓൾ അവിടെ ചെന്നോളെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിന്റെ മുറ്റത്തെത്തി. അകത്തുനിന്ന് ഉമ്മ വന്നോളെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കൂട്ടിക്കൊണ്ടുവരാൻ ഒരു പെങ്ങളോ ഏതെങ്കിലും കുടുംബത്തിലുള്ള ഒരു പെണ്ണോ അല്ലാത്ത അസാധു ചെറുപ്പക്കാരന്റെ കണ്ണീര് കണ്ടപ്പോ ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, പടച്ചോൻ ഇങ്ങി തന്ന വലിയ നിഅമത്ത് ആയുസ്സുള്ള കുടുംബക്കാര് തന്നതാ. വീണ്ടും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? വന്നൊരൊറ്റ മനുഷ്യനെയും ബേജാറാക്കാണ്ട് 6 അമ്മമാരും 3 അളാപ്പാരും ഉള്ളു. 9 ആളും കൂടി ആ പന്തലിൽ കിടന്നിട്ട് മരിച്ചതാ. ഒരാളെയോ ക്യൂ നിർത്തിയിട്ടില്ല. ഇന്ന് ചിലർ പൈസക്ക് ഷോ കാണിക്കുന്ന മാതിരി പ്ലേറ്റും പിടിച്ചിട്ട് ഇരക്കാൻ വിട്ടിട്ടില്ല. ഒരു മനുഷ്യനും മനസ്സ് വെറുത്തിട്ടില്ല. ഓരോരുത്തരെയും കൃത്യമായിട്ട് ഇരുത്തി ആവശ്യമുള്ളത് വിളമ്പിക്കൊടുത്ത് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ ഒരാളും ഭക്ഷണം കഴിക്കാതെ 3.25 മണിക്ക് അവരെല്ലാവരും കൂടി ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു മേശന്റെ ചുറ്റി ഇരുന്നിട്ട് 9 ആളും കൂടി ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അന്ന്.